ഓം നമോ നാരായണായ. ഹരിനാമകീർത്തനം ഭാഗം 21, ശ്ലോകം 35. ഭഗവാൻ ഭക്തന്മാർക്കും സുഹൃത്തുക്കൾക്കും എന്നും ഹൃത്യനായി ഭവിക്കും എന്നുള്ളതാണ് ഈ ഒരു ശ്ലോകം കൊണ്ട് എഴുത്തച്ഛൻ പറഞ്ഞിരിക്കുന്നത്. ശ്ലോകം വായിക്കാം. ചമ്മട്ടി പൂണ്ടു കടിഞ്ഞാണം മുറുക്കിയുടൻ ഇന്ദ്രാത്മജന്നുയുതി തീർവൂട്ടി നിന്നുപത ചെമ്മീ മറഞ്ഞൊരു ശരം കൊണ്ടു കൊന്നതുമൊരു ഇന്ദ്രാത്മജൻ ഹരിനാരായണായ നമ. ഭഗവാന്റെ രണ്ട് പ്രവൃത്തികൾ തമ്മിലുള്ള താരതമ്യമാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ശ്രീകൃഷ്ണാവതാരത്തിൽ ചമ്മട്ടി എടുത്ത ചാട്ടയും ആയി ഇന്ദ്രപുത്രനായ അർജുനന് തേരാളിയായി നിന്ന് യുദ്ധം നയിച്ചു. ബധ എന്ന് പറഞ്ഞാൽ ആശ്ചര്യം എന്നാണ് അർത്ഥമാക്കുന്നത്. തന്റെ ആത്മമിത്രത്തിന് ആത്മവിശ്വാസം കൊടുത്ത ധർമ്മയുദ്ധത്തെ നയിച്ചത് അങ്ങാണ്. എന്നാൽ ശ്രീരാമാവതാരത്തിൽ ഉത്തമപുരുഷ സങ്കല്പമായ ശ്രീരാമന് കളങ്കമുണ്ടാക്കിക്കൊണ്ട് ഇന്ദ്രപുത്രനായ ബാലിയെ ഒളിയം പെയ്ത് കൊന്നതും അങ്ങയുടെ മായ. ഈ രണ്ട് പ്രവൃത്തികളും വൈരുദ്ധ്യമെന്നേ പറയാൻ കഴിയൂ. ബാലിക്ക് കിട്ടിയ വരപ്രകാരം നേരിട്ട യുദ്ധം ചെയ്താൽ എതിരാളിയുടെ ഇരട്ടി ബലം ബാലിക്ക് കിട്ടും. ഇതൊരു കാരണമായി പറയാമെങ്കിലും ഒളിയം പെയ്ത് കൊന്നത് ഒരു കളങ്കമായി തന്നെ അവശേഷിക്കുന്നു. ഈ രണ്ട് താരതമ്യങ്ങളിലും ഭഗവാൻ ആത്മമിത്രങ്ങളോട് എങ്ങനെയാണ് അവരെ സഹായിച്ചത് എന്നാണ് വ്യക്തമാക്കുന്നത്. ഭഗവാൻ മനുഷ്യരൂപത്തിൽ അവതരിച്ചാൽ എല്ലാ മനുഷ്യർക്കും ബാധകമാകുന്നത് പോലെ വരങ്ങളും ശാപങ്ങളും എല്ലാം ബാധകമാകും. അതുകൊണ്ടാണല്ലോ ഗാന്ധാരി ശാപം മൂലം ഭഗവാന് സ്വർഗപ്രാപ്തി ഉണ്ടാകുന്നത് തന്നെ ശ്രീകൃഷ്ണാവതാരത്തിൽ. ശ്രീരാമാവതാരത്തിൽ ബാലിയെ വധിച്ചത് ഒളിയം പെയ്തു കൊന്നതിനാൽ ശ്രീരാമചരിത്രത്തിൽ തന്നെ രാമായണത്തിലെ ഒരു കളങ്കമായി അവശേഷിക്കുന്നു. എന്നാൽ തന്റെ ഭക്തനായ തന്റെ ആത്മമിത്രമായ സുഗ്രീവന്റെ ആഗ്രഹപ്രകാരമാണ് അത് ചെയ്യേണ്ടി വന്നത്. ബാലി ചില തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. സുഗ്രീവനെ ക്ഷിപ്രകോപത്താൽ എടുത്തു ചാടി രാജ്യത്തു നിന്ന് പുറത്താക്കുകയും സുഗ്രീവന്റെ ഭാര്യയെ അപഹരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോ അങ്ങനെയുള്ള തെറ്റുകൾക്കൊരു ശിക്ഷ കൂടിയാണിത്. ഈ രണ്ട് സംഭവങ്ങളിലും ഇന്ദ്രാത്മജനായ അർജുനനെ രക്ഷിച്ചതും അങ്ങ്, ഇന്ദ്രാത്മജനായ ബാലിയെ ശിക്ഷിച്ചതും അങ്ങ്. അങ്ങയുടെ രക്ഷയും ശിക്ഷയും ഒന്നും സാധാരണ മനുഷ്യരായ നമുക്ക് അപഗ്രഥനം ചെയ്യാനുള്ള കഴിവില്ല എന്നുള്ളതാണ് എഴുത്തച്ഛൻ തന്നെ പറയുന്നത്. ഇതൊരു മഹാശ്ചര്യമെന്നേ പറയാനുള്ളൂ എന്നാണ് അദ്ദേഹം ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. നന്ദി, നമസ്കാരം.